ഗംഗണപതി ഗണനായകനേ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തേ സർവസുമംഗളനേ ശിവ സർവസുമംഗളനേ ഗംഗണപതി ഗണനായകനേ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തേ സർവസുമംഗളനേ ശിവ സർവസുമംഗളനേ ചെങ്കണപതി സുരസുന്ദര ഗണപതി നർത്തന ഗണപതിയേ ചെഞ്ചിട ചൂടിയ ചന്ദ്രകലാധര പുത്ര ഗണേശ്വരനേ ശിവപുത്ര ഗണേശ്വരനേ പർവതനന്ദിനി തന്നുടയാത്മജനായ വിനായകനേ ചിത്രവിചിത്ര സ്വരൂപർഗണങ്ങൾക്കധിപതി ഗണപതിയേ ജയ 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 ഗണപതിയേ സർവശുഭങ്കരനദ്രിജസുതനേ സിദ്ധിവിനായകനേ സങ്കടമഖിലവുമാശുകരിച്ചിട കരിമുഖനമൃതജനേ ജയ സങ്കടനാശനനേ ഗംഗണപതി ഗണനായകനേ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തേ സർവസുമംഗളനേ ശിവ സർവസുമംഗളനേ പത്മതീർത്ഥത്തിൽ വസിക്കും പങ്കജലോലേ ദേവി പാണികളിൽ വീണയേന്തും രാഗവിലോലേ നാൻമുഖന്റെ സഖിയായ ജ്ഞാനരൂപമേ എന്നും നാവു തന്മേൽ നീ വസിക്കൂ വാണി മാതാവേ അജ്ഞാനം നീക്കിയിടേണേ ആദിപരാശക്തിയല്ലേ നീ സരസ്വതി തെറ്റുകുറ്റങ്ങൾ വരാതെ കാത്തുകൊള്ളേണേ ദേവി തീർത്ഥമായ അനുഗ്രഹങ്ങൾ നീ ചൊരിയേണം എന്നും കൈകൾ കൂപ്പി കാൽത്തളീരിൽ കുമ്പിടും നീതാ ഞങ്ങൾ കൈകൾ കൂപ്പി കാൽത്തളീരിൽ കുമ്പിടും നീതാ വാൽമീകി എഴുതിയ രാമായണത്തിൻ്റെ കഥകളിൽ മുഴുകുന്ന നേരമൊന്നിൽ ശ്രീരാമചരിതങ്ങൾ കേൾക്കുവാൻ പോയിടാം ശ്രീരാമചരിതങ്ങൾ കേൾക്കുവാൻ പോയിടാം ദശരഥരാജന്റെ സന്നിധിയിൽ
ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറന്നു വീണു. ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറന്നു വീണു. കാലങ്ങൾ മറിഞ്ഞപ്പോൾ ശ്രീരാമദേവനാലെ ശൈവചാപമൊന്നു തകർന്നു വീണു. ജനകന്റെ പുത്രിയ മൈഥിലിയെ രാമൻ, ജനകന്റെ പുത്രിയ മൈഥിലിയെ രാമൻ പരിണയം ചെയ്തു കരം പിടിച്ചു. പരിണയം ചെയ്തു കരം പിടിച്ചു. രാമനെ രാജാവായി വാഴിച്ചിടണമെന്ന് രാജൻ ദശരഥൻ ചൊല്ലിയപ്പോൾ മന്ധര തന്നുടെ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയി വന്നുടൻ മറുവാക്കുമായി. കൈകേയി തനയനെ വാഴിച്ചിടുക വേണം, കാട്ടിലേക്ക് അയക്കുക രാമനെയും. പണ്ടു കൈകേയിക്കു നൽകിയ വാക്കുകളെ മാറ്റുവാൻ ദശരഥൻ തുനിഞ്ഞതില്ല. താതന്റെ വാക്കിനെ പാലനം ചെയ്യുവാൻ ദണ്ഡകാരണ്യം കേറി ശ്രീരാമനും. പതിയുടെ കർമ്മത്തിൽ വിശ്വാസമർപ്പിച്ച് പതിയുടെ മാർഗം വരിച്ചു സീത. പതിയുടെ മാർഗം വരിച്ചു സീത. ജ്യേഷ്ഠന്റെ ധർമ്മത്തിൽ തുല്യത തീർക്കുവാൻ ജ്യേഷ്ഠനെ ലക്ഷ്മണൻ അനുഗമിച്ചു. യാത്രാപഥമൊന്നിൽ പഞ്ചവടി എത്തി പർണശാല കെട്ടി വസിച്ചു പോന്നു. വികൃതിയാം കാലത്തിൻ മാറിയ കളികളിൽ വിരഹിയായി മാറുന്നു രാമചന്ദ്രൻ. പതിതനാം രാവണൻ അപഹരിച്ചെങ്കിലും പതിവ്രതയായി ഉറച്ചു സീത. പഥമറിയാതെ ദശരഥപുത്രന്മാർ പഥികനായി ദേശങ്ങൾ താണ്ടും നേരം വിധിയുടെ കൈകളിൽ ചരടുമുറുകുമ്പോൾ വിധുരതയേറുന്നു നാളുകളിൽ. വിധിയുടെ കൈകളിൽ ചരടുമുറുകുമ്പോൾ വിധുരതയേറുന്നു നാളുകളിൽ. വിധുരതയേറുന്നു നാളുകളിൽ. പഥസഞ്ചലനം തുടരുന്ന വേളയിൽ സുഗ്രീവരാജൻ അരികിലെത്തി. മാരുതി പുത്രനും സുഗ്രീവരാജനും ശ്രീരാമദേവനു സഖരാകുന്നു. അധമനാം ബാലിയെ കൊന്നു കിഷ്കിന്ധതൻ അധീപനായി സുഗ്രീവനായിടുന്നു. തേക്കുദേശം ചെന്നു കടലിന്റെ തെറ്റത്ത് സീതാന്വേഷകരെത്തിന്നു. യോജന 100 കടന്നു ഹനുമാനും ലങ്കയിലേറി കടൽ കടന്ന്. ശിംശപവൃക്ഷത്തണലിലിരിക്കുന്ന വിരഹിണി സീതക്കരികിലെത്തി. ശിംശപവൃക്ഷത്തണലിലിരിക്കുന്ന വിരഹിണി സീതക്കരികിലെത്തി. സീതയെ കണ്ടിട്ടു തിരികെ വരും നേരം സീമ കളഞ്ഞിട്ടു ശ്രീ ഹനുമാൻ. ലങ്കാദഹനം നടത്തിക്കഴിഞ്ഞിട്ട് ലങ്കാപുരി വിട്ടു വായുപുത്രൻ. സീതയെ കണ്ടു വണങ്ങി ഹനുമാനും സീതാപതിയുടെ അരികിലെത്തി. സുഗ്രീവരാജന്റെ ആജ്ഞ വഹിക്കുവാൻ സുഗ്രീവ സൈന്യം നിറഞ്ഞു നിന്നു. സുഗ്രീവരാജന്റെ ആജ്ഞ വഹി
സുഗ്രീവ സൈന്യം നിറഞ്ഞു നിന്നു, സുഗ്രീവ സൈന്യം നിറഞ്ഞു നിന്നു. രാമന്റെ ഭക്തരായി മാറിയ സൈനികർ രാമനു സേതുവൊരുക്കി നൽകി. ലങ്കയിൽ ചെന്നു ശ്രീരാമചന്ദ്ര പ്രഭു ലങ്കാപുരേശനെ നിഗ്രഹിച്ചു. ലങ്കാപുരിയുടെ രാജനായി വാഴിച്ചു. ലങ്കേശനാക്കി വിഭീഷണനെ സീതയെയും കൂട്ടി തിരികെ വരുവാനായി സീതാപതിക്കു നിയോഗമായി. സീതാപതിക്കു നിയോഗമായി. പൂജ്യനാം ശ്രീരാമൻ തിരികെ വരും നേരം പൂജിച്ചു ഭരതനും സ്വീകരിച്ചു. മാതാക്കളെ ചെന്നു ദർശിച്ച രാമനെ മാതാക്കൾ നന്നായി അനുഗ്രഹിച്ചു. അയോധ്യാപുരിയിലേക്കെത്തിയ രാമനെ അയോധ്യാപുരിയുടെ രാജനാക്കി. രാമായണത്തിന്റെ ഇരടി കേൾക്കുമ്പോൾ രാമനാമം ചൊല്ലി ഭക്തിയോടെ രാമനാരായണ രാമനാരായണ രാമ രാമ ജയ രാഘവേന്ദ്ര. ദശരഥ നന്ദന ലങ്കാധിപാന്തക രാമചന്ദ്ര ജയ സീതാപദേ. ദശരഥ നന്ദന ലങ്കാധിപാന്തക രാമചന്ദ്ര ജയ സീതാപദേ. രാമചന്ദ്ര ജയ സീതാപദേ. രാമചന്ദ്ര ജയ സീതാപദേ. മംഗളം മംഗളം കോസലേന്ദ്ര മംഗളം മംഗളം രാമചന്ദ്ര ശ്രീരാമചന്ദ്ര രഘുരാമചന്ദ്ര ജയ മംഗളം നിത്യ ശുഭമംഗളം. 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 മംഗളം മംഗളം Thank you.